കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയതായി ആക്ഷേപം. നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. നവീകരണത്തിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടും LDF ഭരണസമിതി തുടരുന്നത് ദീർഘമായ മൗനമാണെന്ന് BJP ആരോപിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. പല കൗൺസിൽ യോഗങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ടൗൺ ഹാളിൻ്റെ നവീകരണത്തിന് പൊതുമരാമത്ത് കമ്മിറ്റി നിർദ്ദേശം സമർപ്പിച്ചിട്ടും നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതി തുടരുന്നത് ദീർഘമായ മൗനമാണെന്ന് BJP ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ ഒരു വിവാഹ ചടങ്ങിനിടെ പെയ്ത ശക്തമായ മഴയിൽ മേൽക്കൂര ചോർന്ന് സദ്യ ഉൾപ്പെടെ അലങ്കോലപ്പെട്ടു. ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ വർഷം നടത്തിയ വയോജനങ്ങൾക്കുള്ള കട്ടിൽ പദ്ധതിയിൽ ബാക്കി വന്ന കട്ടിലുകൾ കൂട്ടിയിട്ടത് മൂലം കട്ടിലുകൾ നനഞ്ഞ് കുതിർന്ന് നശിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുഴുവൻ വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നഗരവും പ്രദേശങ്ങളും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കണമെന്ന ബോധവൽക്കരണം നടത്തുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ടൗൺ ഹാൾ ഏറെ ജനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ടൗൺ ഹാളിൻ്റെ പരിസരം പൂർണ്ണമായും ഫ്ലക്സ് മാലിന്യങ്ങൾ കൊണ്ടും പൊട്ടിയ ക്ലോസറ്റ് വേസ്റ്റ് ഉൾപ്പെടെ മറ്റു പലതരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തി ടൗൺ ഹാളും പരിസരവും സംരക്ഷിക്കണമെന്നും ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടം അടിയന്തരമായി പുതുക്കിപ്പണിയണമെന്നും കട്ടിലുകൾ നനഞ്ഞൊലിച്ച് നശിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പാർലമെൻ്ററി പാർട്ടി ലീഡർ TS സജീവൻ ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ലക്ഷ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, നഗരസഭാ കൗൺസിലർ ശാലിനി വെങ്കടേഷ്, പരമേശ്വരൻകുട്ടി തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.